വെൽക്കം ടു മല്ലു ക്യൂളർ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ജോവാൻ ഗാർഷ്യ ടു ബാഴ്സലോണ, ഹിയർ വി ഗോ. അത് എല്ലാ മീഡിയാസും കൺഫേം ചെയ്തിട്ടുണ്ട്. ജോവാൻ ഗാർഷ്യനെ നമ്മൾ ഒഫീഷ്യലി സൈൻ ചെയ്ത് കഴിഞ്ഞു. ആള് ബാഴ്സന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്നിട്ട് പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് അതൊരു ഗ്രേറ്റ് ന്യൂസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഫൈനലി ആ ഒരു ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ നമുക്കൊരു അപ്ഗ്രേഡ് കിട്ടിയിരിക്കുകയാണ്. അതും ഒരു ഒന്നൊന്നര വേൾഡ് ക്ലാസ് അപ്ഗ്രേഡ്. കഴിഞ്ഞ ഒരു സീസണിലെ ലാലിഗയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ, യൂറോപ്പിലെ യങ് ഗോൾ കീപ്പർമാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള താരം ആ ജോവാൻ ഗാർഷ്യ എന്ന സ്പാനിയാർഡിനെ നമ്മൾ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവന്നു. അതെന്താ പറയാ, കിടിലൻ മൂവ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 25 മില്യണിന്റെ ആ ഒരു റിലീസ് ക്ലോസ് കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. തുടക്കത്തിൽ എസ്പാനിയോളിനൊരു എതിർപ്പുണ്ടായിരുന്നു ആൾ ബാഴ്സയിലേക്ക് വരുന്നതിനെ കുറിച്ച്. സ്വാഭാവികമായിട്ടും, കാരണം അവർ നമ്മുടെ സിറ്റി റൈവൽസ് ആണ്. പിന്നെ അവരെ റെലഗേഷനിൽ നിന്ന് സേവ് ചെയ്തിട്ടുള്ള സേവിയർ ആണ് ജോവാൻ ഗാർഷ്യ. അങ്ങനത്തെ ഒരു പ്ലെയർ നേരെ ഒരു എന്താ പറയാ റൈവൽ ടീമിലേക്ക് പോകുന്ന സമയത്ത് ആർക്കായാലും അമർഷങ്ങൾ ഉണ്ടാവും. പക്ഷെ പ്ലെയറിന്റെ ആഗ്രഹം, ലോങ് ടേമിൽ പ്ലെയറിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ബാഴ്സയിലേക്ക് വരിക, ബാർസയിൽ നിന്നുകൊണ്ട് ഗ്രോ ചെയ്യുക, ബാർസയുടെ കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പ്ലെയർ അടുത്ത സീസണിൽ ബാഴ്സന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആവും. സെക്കൻഡ് ചോയ്സ് ഒന്നുമല്ല, ബാർസന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആവും എന്നുള്ള ഉറപ്പിന്റെ മേലെയാണ് ആളെ നമ്മൾ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഓൺ ദ ബോൾ ആണെങ്കിലും ഷോർട്ട് സ്റ്റോപ്പിങ്ങിലാണെങ്കിലും ഒക്കെ ഹൈ ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ്. സോ ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള പ്ലെയർ ആണ്. അപ്പോൾ ഇതിന്റെ പിന്നാലെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് സെസനി ടീമിൽ നിൽക്കുന്ന ഓൾമോസ്റ്റ് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതേസമയം ടെറസ്റ്റഗനോട് വേറെ ക്ലബ്ബൊക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, അല്ലെങ്കിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആള് പറയുന്നത് ആൾക്ക് ആ 42 മില്യൺ, എനിക്കൊന്ന് 28 വരെയുള്ള സാലറി കിട്ടണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ബാഴ്സക്ക് അത് കൊടുക്കാനുള്ള നിർവാഹമില്ല. അപ്പോൾ ആളത് കിട്ടിയാലേ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ബാഴ്സയിൽ ഒരു തേർഡ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് ഇരിക്കാന്നാണ് ടെറസ്റ്റഗനോട് ബാർസ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെറസ്റ്റഗൻ ഇതിനോട് ഇനി എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. ടെറസ്റ്റഗനെ സംബന്ധിച്ചിടത്തോളം, ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസ്റ്റഗൻ മറ്റൊരു ക്ലബിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ടെറസ്റ്റഗൻ ശ്രമിക്കുകയോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ഇവിടെ വന്നിട്ട് സാലറി ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കാം, തേർഡ് ചോയ്സ് ആയിട്ടിരുന്നിട്ടെങ്കിലും എന്നൊക്കെ ടെറസ്റ്റഗൻ വെച്ച് കഴിഞ്ഞാൽ നഷ്ടം ടെറസ്റ്റഗനാണ്. കാരണം 2026 വേൾഡ് കപ്പിലുള്ള സ്പോട്ട് നഷ്ടപ്പെടും. ഇവിടെ തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ ആയിരുന്നാൽ ജർമ്മനിന്റെ സ്ക്വാഡിൽ പോലും ഉണ്ടാവില്ല, സംശയമില്ലാത്ത കാര്യം. സ്ക്വാഡിൽ പോലും ഉണ്ടാവില്ല. അവർക്ക് വേറെ ഗോൾ കീപ്പർമാരെ കിട്ടാൻ വലിയ പണിയൊന്നുമില്ല, എക്സ്പീരിയൻസിന്റെ മാറ്ററേ ഉള്ളൂ. അപ്പോൾ അപ്പോൾ ടീമിൽ സ്ഥാനമില്ലാത്ത ഒരു സിറ്റുവേഷൻ ടെറസ്റ്റഗനെ സംബന്ധിച്ചിടത്തോളം വരും. അതിൽ ഞാൻ ടെറസ്റ്റഗൻ എന്താ പറയുക ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കട്ടെ, അതാണ്. അപ്പോൾ അതാണിപ്പോൾ ബാഴ്സ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. പിന്നെ ഇത് തന്നെ 2 ദിവസം മുമ്പ് കേട്ടാണ്, എനിക്ക് വീഡിയോ ടൈമില്ലായിരുന്നാണ്. UCL സെമി ഫൈനലിലെ സെക്കൻഡ് ലെഗിന്, ഇന്റർനെറ്റുള്ള സെക്കൻഡ് ലെഗിന്റെ സമയത്ത് പരിക്ക് മാറി തിരിച്ചെത്തിയ ടെറസ്റ്റഗൻ പോയിട്ട് ഡെക്കോന്റെ അടുത്ത് പറയാണ്, ടെറസ്റ്റഗന്റെ ഏജന്റ് പോയിട്ട് ഡെക്കോന്റെ അടുത്ത് പറയാണ് നമ്മുടെ ടെറസ്റ്റഗനെ ആ ഒരു സെമി ഫൈനലിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം എന്ന്. അപ്പോൾ ഡെക്കോ ആണെങ്കിലും ഹാൻസി ഫ്ലിക്ക് ആണെങ്കിലും അത് കണ്ണും പൂട്ടി റിജക്ട് ചെയ്തു. കാരണം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരിക്കലും ആളെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ റിജക്റ്റ് ചെയ്യുന്നു. പിന്നീട് ആള് ടീമിന്റെ കൂടെ ട്രാവൽ ചെയ്തില്ല. അതാണ് ഏറ്റവും ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. ആൾ ടീമിന്റെ കൂടെ ട്രാവൽ ചെയ്തില്ല, ഫിസിക്കലി ഓക്കെ ആയിട്ട് പോലും. ഇവിടെ ഒറ്റക്കാലുമേ കൂടെ ട്രാവൽ ചെയ്തു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം ടീമിൽ എത്തിയിട്ട് 10 വർഷമായിട്ടുള്ള, ടീമിന്റെ ക്യാപ്റ്റൻ ആംബാൻഡ് അണിഞ്ഞിട്ടുള്ള, ഈ ടീമിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ടുള്ള ടെറസ്റ്റഗൻ ഇങ്ങനത്തെ പരിപാടിയാണ് കാട്ടുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആള് ടീമിന്റെ കൂടെ ട്രാവൽ ചെയ്യാതിരിക്കുന്നു. അത് ഭയങ്കര മോശമാണ്. അതൊന്നും ഒരു പ്രോപ്പർ ക്യാപ്റ്റൻ ചെയ്യേണ്ട, ഒരു പ്രോപ്പർ പ്ലെയർ ചെയ്യേണ്ട കാര്യമല്ല. സോ ടെറസ്റ്റഗൻ ബാഴ്സ വിട്ടു പോവുക, അതിന്റെ അപ്പുറം ഇപ്പൊ വേറെ സൊല്യൂഷന് കാര്യങ്ങളൊന്നുമില്ല. അതാണ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാര്യം കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീണ്ടും ലൂയിസ് ഡിയാസിന്റെ ഡീലിൽ മേ ബി എൻ്റർ ആയേക്കാം എന്ന് കേൾക്കുന്നുണ്ട്. കാരണം ഡെക്കോന്റെ ചോയ്സ് ഇപ്പോഴും ഡയാസ് ആണെന്ന് കേൾക്കുന്നുണ്ട്. സോ ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രൈസ് ഇവർ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻ്റർ ആയേക്കാം. ലിവർപൂൾ കുറച്ച് കഴിഞ്ഞാൽ. പക്ഷെ ലിവർപൂൾ കുറയ്ക്കൂല എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഡയാസിലേക്ക് നമ്മൾ ചാടി പിടിച്ച് എൻ്റർ ആവുമെന്ന്. നമ്മൾ മിക്കവാറും റാഷ്ഫോർഡിനെ തന്നെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. റാഷ് എന്നുള്ള തരത്തിലും ന്യൂസ് കേൾക്കുന്നുണ്ട്, ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലും. എനിവേ ലെറ്റ്സ് സീ. ഓക്കെ.
അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.